ത്രികോണ മത്സരം ഉണ്ടാകണം. അവരവരുടെ വോട്ടുകൾ അവരവർ പിടിക്കുക. ഞങ്ങൾ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ദേശീയാവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം വരെ ഈ പാലക്കാടിലേക്ക് കിട്ടും. മോദിയാണ് ഗ്യാരണ്ടി എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുള്ളത്. മോദിയുടെ ഓരോ വാക്കും ജനം വിശ്വസിക്കും. സ്ത്രീ പീഡകന്മാരുടെ ഒരു മുന്നണിയാണ് ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളത്. സ്വന്തം പാളയത്തിൽ തന്നെ സ്ത്രീ പീഡകർ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ത്രീകളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളാണ്. ഈ പീഡക വീരന്മാരുമായി നല്ല കൂട്ടുകെട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വന്നിറങ്ങിയപ്പോൾ മുതൽ തള്ളി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മന്ത്രിമാർ ഡൽഹിയിൽ പോയിട്ട് കിട്ടാത്ത റോഡും മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും ചേർന്നുകൊണ്ട് 96% പണവും അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പോഷൻ പദ്ധതി, ഗരീബ് കല്യാൺ യോജന പദ്ധതി ഈ പാലക്കാടിന് മുന്നിൽ താമര വിരിയിച്ചു കഴിഞ്ഞു. കുറെ ആളുകളെ ഞങ്ങൾ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ത്രികോണ മത്സരം ഉണ്ടാകണം. അവരവരുടെ വോട്ടുകൾ അവരവർ പിടിക്കുക. LDFനോടും UDFനോടും എനിക്കുള്ള ഒരു ആവശ്യം അതാണ്. ഇവിടെ പാലക്കാട് BJP ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പാലക്കാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നിന്ന് വിജയിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരു 5 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാനല്ല, 30 വർഷത്തെ പൊതുപ്രവർത്തനത്തിന് ശേഷം ഞാൻ MLA സീറ്റിലേക്ക് മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ നിന്ന് ശോഭ മത്സരരംഗത്ത് വരണം എന്ന് പറയാനുള്ള കാരണം എന്താണോ എന്ന് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകളിലൂടെ അദ്ദേഹം ഇവിടേക്ക് പറഞ്ഞു കഴിഞ്ഞു. ദേശീയാവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം വരെ ഈ പാലക്കാടിലേക്ക് കിട്ടും. ഞങ്ങളുടെ ഇത്ര കാലം പ്രവർത്തിച്ച നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ശോഭയെ വിജയിപ്പിക്കൂ. മോദിയാണ് ഗ്യാരണ്ടി എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വിശ്വാസമാണ്. മോദിയുടെ ഓരോ വാക്കും ജനം വിശ്വസിക്കും. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചേച്ചി ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ ഒരു 5 ഗ്യാരണ്ടി സ്കീംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല ചേച്ചിയുടെ അഗൈൻസ്റ്റ് നിർത്തിയിരിക്കുന്ന രമേശ് പിഷാരടിയാണ്. അപ്പോൾ ഒരു ടഫ് കോമ്പറ്റീഷൻ അതിലും പ്രതീക്ഷിച്ചൂടെ? എന്ത് ടഫ് കോമ്പറ്റീഷൻ ആണ്? കാരണം ഈ UDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ത്രീകളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളാണ്. സ്വന്തം പാളയത്തിൽ തന്നെ സ്ത്രീ പീഡകർ നിലനിൽക്കുമ്പോൾ ആ സ്ത്രീ പീഡകനെ അറസ്റ്റ് ചെയ്യണം, എനിക്ക് ഈ അപമര്യാദയിൽ നിന്നൊന്ന് ഒഴിവാവണം എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഈ പീഡക വീരന്മാരുമായി നല്ല കൂട്ടുകെട്ടുള്ള ഒരു UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വന്നിറങ്ങിയപ്പോൾ മുതൽ തള്ളി പറഞ്ഞിട്ടില്ല. കാരണം എത്രയോ പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇടതുഭാഗത്തും വലതുഭാഗത്ത് പ്രശോഭ് എന്ന് പറയുന്ന മുനിസിപ്പൽ കൗൺസിലറും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ സ്ത്രീ പീഡകന്മാരുടെ ഒരു മുന്നണിയാണ് ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിഷേധം ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേച്ചി, വികസിത് കേരളമാണ് മോദിജിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ചേച്ചി സ്ത്രീകൾ വുമൻ എംപവർമെന്റിന് ചേച്ചി ഒരുപാട് സംസാരിക്കുന്നത്, അതിനുവേണ്ടി എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 300 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ മാനിഫെസ്റ്റോ. യുവജനങ്ങളിൽ സ്ത്രീകളുണ്ട്, യുവാക്കളും യുവതികളും ചേർന്നുകൊണ്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റോ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച പൊതു മാനിഫെസ്റ്റോ നാളെ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം 10:30 മണിക്ക് നാളെ കണ്ണാടി പഞ്ചായത്തിൽ വരികയാണ്. അവിടെ ഞങ്ങൾ വിശദമായിട്ട് ഈ പാലക്കാടിൻ്റെ ആരോഗ്യവും വിദ്യാഭ്യാസവും പാലക്കാടിൻ്റെ യുവതയുടെ ജോലിയും മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും ചേർന്നുകൊണ്ട് ഈ പാലക്കാടിനെ വികസിപ്പിക്കാനുള്ള പദ്ധതികളും 1/2 ഡസൻ കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മന്ത്രിമാർ ഡൽഹിയിൽ പോയിട്ട് കിട്ടാത്ത റോഡും പാലങ്ങളും വികസനവും ഇന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 96% പണവും അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാലക്കാടിനെ സുവർണ കോറിഡോറിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും നമ്മുടെ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് 1500 രൂപയുടെ ഒരു അക്ഷയ കാർഡ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ പോഷൻ പദ്ധതി, ഗരീബ് കല്യാൺ യോജന പദ്ധതി തുടങ്ങിയിട്ടുള്ള പദ്ധതികളുമായിട്ട് അതിലെ ടെക്നിക്കൽ ടീമുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പാലക്കാടിലെ ജനത സ്വീകരിച്ചു കഴിഞ്ഞു. വലിയ മൂവ്മെൻ്റാണ്, നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് BJPയുടെ പരിപാടിയല്ല, പൊതുസമൂഹത്തിൻ്റെ പരിപാടിയാണ്. ആ പൊതുസമൂഹത്തിൻ്റെ പരിപാടിയിൽ പോലും അവർ ശോഭയെ സ്വീകരിക്കുന്നതും ശോഭയെ ക്ലാപ്പടിക്കുന്നതും അതിൻ്റെ അർത്ഥം എന്താണ്? കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് നിങ്ങളുടെ ശോഭ ഈ പാലക്കാടിന് മുന്നിൽ താമര വിരിയിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. ചേച്ചി, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇത്രയും കോൺഫിഡൻ്റ് ആയി ചേച്ചി പറയുമ്പോൾ ചേച്ചിക്ക് എത്ര സീറ്റ് ഇപ്രാവശ്യം കൊടുക്കാൻ? അല്ല, ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ നിർഭാഗ്യവാന്മാരാണെങ്കിൽ മാത്രമേ
അതിനെതിരായി കൊണ്ട് അവർ ചിന്തിക്കൂ. കേരളത്തിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരായി മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് BJPയുടെ മന്ത്രിമാരുണ്ടാകും. 48 മണിക്കൂർ ആരോഗ്യ വകുപ്പും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആളുകളെ ഞങ്ങൾ മണിച്ചിത്ര താഴിട്ട് പൂട്ടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. Thank you, Chachi. All the best election. So that was Shobha Surendran, who is the candidate of NDA, where she was telling us about how she's gonna eliminate all the other party members over here, and once if she comes to the power, she's not gonna be just a 5 crore MLA. She's gonna do whatever possible development she can do for Palakkad, the roads, the infrastructure, the healthcare, and especially she would love to do things for women. Also, she raised the question about how Congress is not, saying any word against the sitting MLA Rahul Mangutattal. As you all know, he being accused of several allegations of sexually assaulting women over here. And also, she is saying that there would be a double engine sarkar this time in Palakkad by her, and she's gonna win this time. That was me, Varsha Venugopal, with Shobha Surendran from Palakkad, with camera person Naveen Kumar, KTV India. Thank you.